ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വിശുദ്ധീകരണം. കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ലഭ്യമാകുന്ന അത്ഭുതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാകുന്നു വിശുദ്ധീകരണം. ദൈവം നമ്മെ വിശുദ്ധന്മാർ എന്ന് പ്രഖ്യാപിക്കുന്നു. നീതീകരണവും വിശുദ്ധീകരണവും രക്ഷയുടെ പരിണിത ഫലങ്ങളാകുന്നു. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്നതാകുന്നു ആ വ്യക്തി നീതിമാനായിത്തീരുന്നു, ആ വ്യക്തി വിശുദ്ധനായിത്തീരുന്നു. വിശുദ്ധീകരണം. 1 തെസ്സലോനിക്കർ 5-ാം വാക്യത്തിൽ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ആത്മാവും പ്രാണനും ദേഹവും എല്ലാ മേഖലയിലും, 3 മേഖലയും പരിശുദ്ധാത്മാവ് സ്പർശിക്കുകയാണ്. ആത്മാവ്, പ്രാണൻ, ദേഹം, ഈ 3 മേഖലയിലും ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിക്കുന്ന വിശുദ്ധീകരണം, ആ വിശുദ്ധീകരണത്തെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. വിശുദ്ധീകരണത്തിന് ദിനംതോറുമുള്ള ഒരു പ്രാധാന്യമുണ്ട്. ദിനംതോറും വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. അവിടുന്ന് നമ്മെ വിശുദ്ധന്മാർ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നമ്മൾ വിശുദ്ധന്മാരായി തീരുമ്പോൾ നമുക്ക് ദിനംതോറും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ വിശുദ്ധീകരണം സംഭവിക്കുന്നു എന്നതിനാൽ നമ്മുടെ ജഡീകതയില്ലാതെയായി തീരുന്നില്ല, ജഡമില്ലാതെയായി തീരുന്നില്ല, ശരീരം ഇല്ലാതെയായി തീരുന്നില്ല. ശരീരത്തെ ഇല്ലാതാക്കുകയും ജഡീകമാകുന്ന ഇച്ഛകൾ, ഈ ശരീരം പുറപ്പെടുവിക്കുന്ന കാർണലായിട്ടുള്ള ഇച്ഛകൾ, അതിനെ മുഴുവനും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ല വിശുദ്ധീകരണമെന്ന് പറയുന്നത്. ഇവയൊക്കെ വീണ്ടും നമ്മിൽ തുടരുവാനുള്ള സാധ്യതയുണ്ട്. ജഡീക ഇച്ഛകൾ വീണ്ടും ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ശരീരവാസികളാകുന്നുവല്ലോ. നമുക്കൊരു ശരീരമുള്ളതിനാൽ ഈ ശരീരത്തിൻ്റെ ചില പ്രകൃതങ്ങൾ ഉയർന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ വിശുദ്ധീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമെന്ന് പറയുന്നത് നമ്മെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വേർതിരിക്കുന്നു, സെപ്പറേറ്റ് ചെയ്യുകയാണ്, സെറ്റ് അപ്പാർട്ട് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മിലൂടെ നടപ്പിലാകുവാൻ വേണ്ടി മലിനമായതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വേർതിരിക്കുന്നു. ദൈവം നമ്മെ അവിടെ നിന്ന് മാറ്റുകയാണ്, സെറ്റ് അപ്പാർട്ട് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മിലൂടെ നടപ്പിലാക്കുവാൻ. മൂലഭാഷയിൽ, യവനായ ഭാഷയിൽ ഈ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്, സാങ്ക്ടിഫിക്കേഷൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹാഗിയാസോ എന്ന വാക്കാണ്. ഹാഗിയാസോ എന്നതിൻ്റെ അർത്ഥം ടു മേക്ക് ഹോളി, വിശുദ്ധനാക്കുക, ഒരാളെ വിശുദ്ധനാക്കുക. അല്ലെങ്കിൽ കുറെ കൂടെ ആഴത്തിൽ പറയുകയാണെങ്കിൽ ടു സെപ്പറേറ്റ് ഫ്രം പ്രൊഫൈൻ തിങ്സ് ആൻഡ് ഡെഡിക്കേറ്റ് ടു ഗാഡ്. മലിനമായതിൽ നിന്ന് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. അതാണ് ഹാഗിയാസോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഹാഗിയാസോ, കോൺസിക്രേറ്റ് തിങ്സ് ടു ഗാഡ്. ദൈവത്തിനു വേണ്ടി ഒരു വ്യക്തി സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം തന്നെ ആ വ്യക്തിയെ വേർതിരിച്ച് ദൈവത്തിനു വേണ്ടിയുള്ള
ഒരു വ്യക്തിയാക്കി മാറ്റുമ്പോൾ അത് സാങ്ക്ടിഫിക്കേഷനാകുന്നു. ദൈവത്താൽ സംഭവിക്കുന്ന ഒരു വലിയ അത്ഭുതമാകുന്നു. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, റോമാലേഖനം 7-ാമത്തെ അധ്യായത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. 6, 7, 8 അധ്യായങ്ങൾ റോമാലേഖനത്തിൻ്റെ വളരെ കാതലായിട്ടുള്ള സന്ദേശങ്ങൾ ഈ അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തെ വേണമെങ്കിൽ വിജയത്തിൻ്റെ അധ്യായമെന്ന് വിളിക്കുവാൻ കഴിയും. 7-ാമത്തെ അധ്യായത്തെ പരാജയത്തിൻ്റെ അധ്യായമെന്ന് വിളിച്ചാൽ തെറ്റില്ല. 8-ാമത്തെ അധ്യായത്തെ പൂർണ്ണജയത്തിൻ്റെ അധ്യായമെന്ന് വിളിക്കുവാൻ കഴിയും. കംപ്ലീറ്റ് വിക്ടറി, പൂർണ്ണ ജയം. ഇതിലൊക്കെയും ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കുന്നു, പൂർണ്ണ ജയം പ്രാപിക്കുന്ന ഒരു കോൺകററാക്കി മാറ്റുന്ന അധ്യായമാണ് റോമാലേഖനം 8-ാമത്തെ അധ്യായം. വേണമെങ്കിൽ ബൈബിളിലെ ഏറ്റവും മനോഹരമാകുന്ന അത്ഭുതകരമാകുന്ന ഒരധ്യായമായിട്ട് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. അവിടെ 7-ാമത്തെ അധ്യായത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, ഐ ആം കാർണൽ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ, ഞാനോ ജഡമയൻ. അത് യാഥാർത്ഥ്യമാണ്. പൗലോസ് യേശുവുമായിട്ടുള്ള ആഴമുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിൽ മുന്നേറുന്ന ഒരു അപ്പോസ്തലനായിരിക്കുമ്പോൾ തന്നെ ഒരു ജഡവാസിയാണ്, ശരീരവാസിയാകുന്നതിനാൽ പൗലോസ് പറയുകയാണ്, ഞാനോ ജഡമയൻ. ഈ ശരീരത്തിൻ്റെ ചില പ്രകൃതങ്ങൾ പൊന്തി വരുവാനുള്ള സാധ്യതയുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഇങ്ങനെയൊരു വളരെ വിചിത്രമാകുന്നൊരു കാര്യം മനുഷ്യരിൽ സംഭവിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമക്കൾ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നവർ രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം എന്താണ്? പാപത്തോടുള്ള വെറുപ്പ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും നല്ല അടയാളമെന്ന് പറയുന്നത് നിങ്ങൾക്ക് പാപം ചെയ്യാൻ തോന്നത്തില്ല. പാപത്തെ നിങ്ങൾ വെറുക്കുവാൻ തുടങ്ങും. പാപം ചെയ്യുന്നത് സഹിക്കത്തില്ല. പാപത്തിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങൾ അത് ഒരിക്കലും സുഖമായി തോന്നാത്ത നിലയിൽ പാപത്തോട് വെറുപ്പ് തോന്നും. അതാണ് രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളം, പാപത്തോട് തോന്നുന്ന വെറുപ്പ്. പാപത്തോട് തോന്നുന്ന വെറുപ്പ്, ആ വെറുപ്പ് തോന്നുന്ന സമയത്ത് തന്നെ മറ്റൊരു വളരെ വിപരീതമാകുന്ന ഒരു കാര്യം ആ വ്യക്തി അനുഭവിക്കുകയാണ്. ആ വ്യക്തിക്ക് പാപത്തിൻ്റെ ശക്തമാകുന്ന പ്രേരണകൾ ശരീരത്തിലൂടെ പുറപ്പെടുന്നു. ശരീരം തന്നെ പാപത്തിനു വേണ്ടിയുള്ള ഒരു ക്രേവിങ്, ഒരു തീവ്രമാകുന്ന ആഗ്രഹത്തെ പുറപ്പെടുവിക്കുകയാണ്. കാരണം ഈ ജഡം, ഈ ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഈ ശരീരത്തിൽ ഇപ്പോഴും കാർണാലിറ്റി ഉണ്ട്, ജഡീകതയുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ജഡമയൻ, എന്നിൽ ഇപ്പോഴും ജഡീകതയുണ്ട്. ഈ ജഡീകത വീണ്ടും പാപം ചെയ്യുവാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഈ ശരീരം ആ നിലയിൽ പോകുമ്പോൾ അവിടെ എൻ്റെ ഉത്തരവാദിത്വമാണ് ഈ ശരീരത്തെ ആത്മാവിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരിക. രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ എന്നിൽ ഒരു മാറ്റവും സംഭവിക്കാത്തപ്പോൾ തന്നെ കർത്താവാകുന്ന യേശു ക്രിസ്തു എന്നെ നോക്കി പ്രഖ്യാപിച്ചു, നീ വിശുദ്ധനാകുന്നു, നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നീ നീതിമാനാകുന്നു, നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വിശുദ്ധീകരണം എനിക്ക് വിശ്വാസത്താൽ ലഭിച്ചിരിക്കുന്ന ആ വിശുദ്ധീകരണത്തിന് ദിനംതോറും ആ വിശുദ്ധീകരണത്തെ എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി, അനുഭവമാക്കുവാൻ വേണ്ടി, എനിക്ക് ആ വിശുദ്ധീകരണത്തിൻ്റെ ഫലങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണമായി എൻ്റെ സഹകരണം ആവശ്യമാണ്. എന്നിൽ ഇപ്പോഴുമുള്ള ജഡീകതയെ കീഴ്പ്പെടുത്തുവാൻ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ജഡീകതയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്ത്
ഈ ജഡം പറയുന്നതെല്ലാം നടപ്പിലാക്കുന്ന ജഡം പറയുന്നതെല്ലാം ചെയ്യുന്ന ഒരു നിലവാരത്തിൽ, താഴ്ന്ന നിലവാരത്തിൽ, അധപ്പതിച്ച നിലവാരത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരടിമയല്ല ഞാൻ. പകരം ഇതിനെ കീഴ്പ്പെടുത്തുവാൻ എൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അവിടെയാണ് ഞാൻ ജഡമയമൻ ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ജഡത്തെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാക്കി മാറ്റുവാൻ കഴിയും. ഈ ശരീരത്തെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാക്കി, ഇത് ജഡമായിട്ട് ആ കുറഞ്ഞ നിലവാരത്തിൽ, അധപ്പതിച്ച നിലവാരത്തിൽ തുടരാതെ എനിക്ക് ഈ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാക്കി മാറ്റുവാൻ കഴിയും. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്നുള്ള ആ മാന്യത ലഭിക്കുന്ന നിലവാരത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എനിക്ക് ഈ ശരീരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരത്ഭുതമാണ് എന്നിൽ സംഭവിക്കേണ്ടത്. അതിൽ എനിക്ക് ലഭ്യമായിരിക്കുന്ന വിശുദ്ധീകരണം, ദൈവത്താൽ ലഭ്യമായിരിക്കുന്ന ആ വിശുദ്ധീകരണം, വിശ്വാസത്താൽ ലഭിച്ചിരിക്കുന്ന ആ വിശുദ്ധീകരണത്തിൽ നിന്നുള്ള സാധ്യതകളെ ഞാൻ മുതലെടുക്കുവാൻ പോകുന്നു. ആ സാധ്യതകളെ ഞാൻ മുതലെടുക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ജീവിക്കും. ഗലാത്യ ലേഖനത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീനെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ വോക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ ഞാൻ നടക്കുവാൻ തുടങ്ങുന്നു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, അല്ലെങ്കിൽ ആത്മാവിൽ നടപ്പീൻ. ആത്മാവിൽ ഞാൻ നടക്കുവാൻ തുടങ്ങുമ്പോഴാണ് ജഡത്തിൻ്റെ മോഹത്തെ നിവർത്തിക്കാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നതാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഇവിടെ ആത്മാവിനെ വോക്ക് ഇൻ ദ സ്പിരിറ്റ്, ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നടക്കുക, പരിശുദ്ധാത്മാവിൽ നടക്കുക. ആൻഡ് ബെയർ ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുക. 6-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ആത്മാവിൽ വിതപ്പീൻ, ആത്മാവിൽ നടക്കുക, ആത്മാവിൻ്റെ നിയോഗത്തിൽ ജീവിക്കുക, ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുക, ആത്മാവിൽ വിതയ്ക്കുക. ഈ നിലവാരത്തിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ഭയങ്കരമാകുന്ന ഒരുമയിലേക്ക് വന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതകരമാകുന്ന പരിവർത്തനം എന്നിൽ സംഭവിച്ച് ഞാൻ തനിയെ ഒന്നും ചെയ്യാതെ എപ്പോഴും പരിശുദ്ധാത്മാവുമായി ചേർന്ന്, എൻ്റെ ആത്മാവ് ഒരുമിച്ച് പരിശുദ്ധാത്മാവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഉയർന്ന തലത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമ്പോഴാകുന്നു അവിടെ വിശുദ്ധീകരണം ദിനംതോറും എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത്. റോമാലേഖനത്തിലും അതിൻ്റെ 8-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. ജഡമയനായിട്ട് തുടരേണ്ട കാര്യമുണ്ടോ? ഇല്ല. ജഡസ്വഭാവങ്ങൾ പുറപ്പെടുവിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളിൽ ആത്മസ്വഭാവമുണ്ട്. ഇവിടെയാണ് തെരഞ്ഞെടുപ്പുകളും അതിനേക്കാൾ ഉപരിയായിട്ട് വെളിപ്പാടുകൾ. ഇത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണം. ജഡീകന്മാരുടെ നിലവാരത്തിൽ ജഡമയനായിട്ട് ജഡീക സ്വഭാവങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല ഞാൻ. ഉയർന്ന തലത്തിൽ ജീവിക്കുവാനുള്ള അത്ഭുതകരമാകുന്ന ഒരു കാര്യം എന്നിൽ സംഭവിച്ചിരിക്കുന്നതിനാൽ, തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഉള്ളതിനാൽ എനിക്ക് ആത്മസ്വഭാവമുള്ളവനായിട്ട് ജീവിക്കുവാൻ കഴിയും. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആത്മസ്വഭാവമുള്ളവരായിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും എന്നുള്ള ഒരു വലിയ വെളിപ്പാട് സ്വീകരിച്ചതിന് ശേഷം ആ വെളിപ്പാടിൻ്റെ ഒരു പൊട്ടിത്തെറി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. ആത്മസ്വഭാവം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ തീരുകയാണ്. ഓ, അത്ഭുതകരം,
അതിശയകരമാകുന്ന ദൈവപ്രവർത്തികൾക്ക് വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ജഡീകരായി തുടരേണ്ട കാര്യമില്ല. നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ആ വിശുദ്ധീകരണത്തെ ജീവിതത്തിൽ പ്രകടമാക്കിക്കൊണ്ട് ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും വിശുദ്ധീകരണത്തിൻ്റെ നല്ല ഫലങ്ങൾ, ആ നല്ല ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് വിശുദ്ധന്മാരായിട്ട് നിങ്ങൾ വിശുദ്ധന്മാരാകുന്നു. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിശുദ്ധന്മാരാകുന്നു. ആ വിശുദ്ധനെന്ന ആ പദവിയിൽ നിന്ന് പുറപ്പെടേണ്ട എല്ലാ നല്ല ഫലങ്ങളും ജീവിതത്തിൽ പുറപ്പെടുവിച്ചുകൊണ്ട് അതിൻ്റെ നല്ല ഫലങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് യഥാർത്ഥ വിശുദ്ധനായിട്ട് ജീവിക്കുവാൻ കഴിയുന്ന ഒരു മഹാത്ഭുതത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ലേവ്യ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അത് സാങ്ക്ടിഫിക്കേഷനെക്കുറിച്ച്, വിശുദ്ധീകരണത്തെക്കുറിച്ച് വിശദമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്നത്. ലേവ്യ പുസ്തകത്തിൽ ആവർത്തിച്ച് വരുന്നൊരു വാക്യമാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. ആവർത്തിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. എപ്പോഴും ഈ പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ, നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കണം. 44-45 ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായം 44-45 വാക്യങ്ങൾ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. അപ്പോൾ ആ വിശുദ്ധീകരണത്തിനെല്ലാം നിയമങ്ങളുണ്ടായിരുന്നു. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. അപ്പോൾ ഇഴജാതിയാൽ അവർ അശുദ്ധരാകുമായിരുന്നു, മൃതശരീരത്താൽ അവർ അശുദ്ധമാകുമായിരുന്നു, അശുദ്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തെ തൊട്ടാൽ അവർ അശുദ്ധരാകുമായിരുന്നു. ഇത് മുഴുവൻ നിയമവുമായി ബന്ധപ്പെട്ട വിശുദ്ധീകരണമാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച്, അവരുടെ ജോലിയാണ് ഈ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. 45-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച യഹോവ ആകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ വാക്യമാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണമെന്നുള്ള ഈ വാക്യമാണ് ആവർത്തിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ ആവർത്തിക്കുകയാണ്. വിശുദ്ധിയുടെ, പഴയ നിയമത്തിലെ വിശുദ്ധിയുടെ പുസ്തകമെന്ന് വേണമെങ്കിൽ ലേവ്യ പുസ്തകത്തെ വിളിക്കുവാൻ കഴിയും. ഒരുപാട് ചട്ടങ്ങളും പ്രമാണങ്ങളും പറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം പ്രമാണിച്ചെങ്കിൽ മാത്രമേ അവർക്ക് വിശുദ്ധന്മാരാകുവാൻ കഴിയുമായിരുന്നുള്ളൂ. അശുദ്ധന്മാരായി കഴിഞ്ഞാൽ പിന്നെ പാളയത്തിന് പുറത്തു പോകണം, ന്യായപ്രമാണത്തിലെ ചില പ്രമാണങ്ങൾ, കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് വിശുദ്ധന്മാരായി തീരുവാൻ കഴിയത്തുള്ളൂ. കുളിക്കണം, വേറെന്തൊക്കെയോ പല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് വിശുദ്ധന്മാരാകുവാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആലയത്തിൻ്റെ ഒരു വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 29-ാമത്തെ അധ്യായം, അവിടെ ആലയത്തിൻ്റെ വിശുദ്ധീകരണം പറയുമ്പോൾ 5-ാം വാക്യത്തിൽ, ലേവ്യരെ എൻ്റെ വാക്ക് കേൾപ്പിൻ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്നും മലിനത നീക്കിക്കളവീൻ. ഇവിടെ ഒരുപാട് പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളിൽ ഈ വിശുദ്ധ മന്ദിരത്തിലെ മലിനതകളെ നീക്കിക്കളയുവാൻ 8 ദിവസം എടുക്കുകയുണ്ടായി. 8 ദിവസം നീണ്ടു നിന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു ആലയത്തിൽ അന്ന് അവർ നടത്തിയത്. അങ്ങനെ ഉണ്ടായിരുന്ന ആ വിശുദ്ധീകരണ സംവിധാനത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇതാ വിശ്വാസത്താൽ വിശുദ്ധീകരണം സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു മഹാത്ഭുതം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പഴയ നിയമത്തിൽ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധീകരണങ്ങൾ, ഈ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട വിശുദ്ധീകരണം, ആ വിശുദ്ധീകരണം അവിടെ ഏറ്റവും വലിയൊരു വിശുദ്ധീകരണത്തിലെ സന്ദേശമാകുന്ന സെറ്റ് അപ്പാർട്ട്, ദൈവത്തിനു വേണ്ടി വേർതിരിക്കുക. ആ വേർതിരിക്കുക എന്ന സെറ്റ് അപ്പാർട്ട്, ഒരു പാത്രം വിശുദ്ധമായി തീരുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി ആ പാത്രത്തെ വിശുദ്ധീകരിക്കുന്നു. അതിനൊരു പ്രമാണമുണ്ടായിരുന്നു. അതിന് ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണപ്രകാരം പല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ പാത്രത്തെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിശുദ്ധീകരിക്കുകയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് സംഭവിക്കുന്നത് വിശ്വാസത്താലാണ് സംഭവിക്കുന്നത്.
അത് ദൈവത്താലാണ് സംഭവിക്കുന്നത്. ആ സാങ്ക്ടിഫിക്കേഷൻ സംഭവിക്കുന്നത്, ആ വിശുദ്ധീകരണം സംഭവിക്കുന്നത് പ്രഥമമായിട്ട് 1 തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം, ഞാൻ ആദ്യം വായിച്ച വാക്യം, അതിൽ 5-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെല്ലാം വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഭാഗങ്ങളാകുന്നു. അതിൽ 7-ാം വാക്യം ശ്രദ്ധിക്കുക, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. പുതിയ നിയമത്തിൽ വരുമ്പോഴും വിശുദ്ധീകരണവുമായുള്ള ബന്ധത്തിൽ വിശുദ്ധനായി ദൈവം നമ്മളെ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ അശുദ്ധിക്ക് ഇടം കൊടുക്കരുത്. ഇവിടെ ജഡിക പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. ലൈംഗിക പാപങ്ങളിലേക്ക് പോയി വീഴുകയാണ് എങ്കിൽ നീ പാപം ചെയ്യുന്നതിലൂടെ അശുദ്ധിയെ നീ സ്വീകരിക്കുകയാണ്. അശുദ്ധിക്ക് നീ ജീവിതത്തിൽ സ്ഥലം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവിടെ വളരെ വ്യക്തമായി പൗലോസിലൂടെ പറയുന്നത്, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. നാം തന്നെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, നാം ചെയ്യുന്ന പാപങ്ങൾ കൊണ്ട് അശുദ്ധിയെ സ്വീകരിച്ച് ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ വ്യക്തിയിലേക്ക് അശുദ്ധിയെ സ്വീകരിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശുദ്ധീകരണ പ്രക്രിയ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അതൊരു വേറൊരു മേഖലയാണ്. ആ ശുദ്ധീകരണ പ്രക്രിയ ദൈവത്താൽ തന്നെ, ദൈവം വിശുദ്ധീകരിച്ചതിനെ അശുദ്ധമാക്കുകയാണ് എങ്കിൽ ദൈവം തന്നെ പ്രതികാരം ചെയ്യുമെന്നാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്. ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ പാത്രത്തെ ആ വ്യക്തി തന്നെ അശുദ്ധമാക്കുകയാണെങ്കിൽ, 6-ാം വാക്യത്തിൽ അവിടെ അതിൻ്റെ അവസാന ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ, 1 തെസ്സലോനിക്കർ 4:6, ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. അതൊരു വേറൊരു മേഖലയാണ്, അവിടേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ദൈവം തന്നെയാകുന്നു. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെയാകുന്നു നമ്മെ, പിതാവാം ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഇനി എഫേസ്യ ലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ, എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങളിൽ, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവളെ വചനത്തോടുകൂടിയ, യേശു ക്രിസ്തു സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്ക് മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നു. വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ, ദൈവത്തിൻ്റെ വചനത്താൽ ശുദ്ധീകരണം നടക്കുന്നു. യേശു ക്രിസ്തു നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇനിയും 2 തെസ്സലോനിക്കർ അതിൻ്റെ 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരണം സംഭവിക്കുന്നു. ദിനംതോറുമുള്ള ആ വിശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകിത്തരും. എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, എന്ത് സംസാരിക്കരുത്, എന്ത് സംസാരിക്കണം, എന്ത് കാണരുത്, എന്ത് കാണണം, എന്ത് കേൾക്കരുത്, എന്ത് കേൾക്കണം, പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണം. ഇനി ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് എബ്രായ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ, 10-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിൽ, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനാൽ നമുക്ക് വിശുദ്ധീകരണം സംഭവിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താൽ നമുക്ക് വിശുദ്ധീകരണം സംഭവിച്ചിരിക്കുന്നു. ഓ, അത്ഭുതകരം! അവിടുത്തെ രക്തത്താൽ നമ്മിൽ വിശുദ്ധീകരണം സംഭവിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ! എത്ര അത്ഭുതകരമാകുന്ന ഈ അനുഗ്രഹത്തിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നതിനാൽ പ്രിയമുള്ളവരെ, വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ, വിശുദ്ധരായി ജീവിക്കുവാൻ കഴിയും. തീർച്ചയായിട്ടും കഴിയും. തീർച്ചയായിട്ടും കഴിയും. സകല അശുദ്ധികളിൽ നിന്നും പൂർണ്ണമായി മോചനം പ്രാപിച്ച് വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ കഴിയും. അങ്ങനെ ഒരു അത്ഭുതമാണ്, ഒരു സംവിധാനമാണ് ദൈവം നമ്മിൽ ചെയ്തിരിക്കുന്നത്. നീ രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാകുന്നു എങ്കിൽ നിനക്കൊരു വിശുദ്ധനായി ജീവിക്കുവാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. അത് വെളിപ്പെട്ട് കിട്ടണം. ആ വെളിപ്പെട്ട് കിട്ടുന്ന സത്യത്തെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഉള്ളതിനാൽ അത് തീർച്ചയായിട്ടും പ്രായോഗികമാക്കുവാൻ നമുക്ക് കഴിയും. വിശുദ്ധീകരണത്തിൽ ജീവിക്കുവാൻ കഴിയും. വിശുദ്ധനായി ജീവിക്കുവാൻ കഴിയും. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമുക്ക് ഉയർച്ച പ്രാപിക്കുവാൻ കഴിയും. പരിശുദ്ധ പിതാവേ, ഈ നല്ല നിമിഷങ്ങളിൽ അങ്ങയുടെ ജനത്തെ അങ്ങ് വിശേഷാൽ സ്പർശിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിശയകരമാകുന്ന ഒരു ദൈവിക അനുഗ്രഹത്തിലേക്കാകുന്നുവല്ലോ ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സ്വാഗതം ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി അവരെ സെറ്റപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും ലോകത്തിന് വേണ്ടിയല്ല, ലോകത്തിലെ ഒരു മലിനതയ്ക്കും വേണ്ടിയല്ല, ലോകത്തിലെ ഒരശുദ്ധിക്കും വേണ്ടിയല്ല, പാപത്തിൻ്റെ സ്വാധീനത്തിന് വേണ്ടിയല്ല, പാപത്തിൻ്റെ സുഖത്തിന് വേണ്ടിയല്ല, പകരം വിശുദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടി അങ്ങയുടെ ജനത്തെ വിളിച്ചിരിക്കുന്നതിനാൽ ആ അത്ഭുതത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് അത് പ്രായോഗികമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ അങ്ങയുടെ ജനത്തെ അങ്ങ് ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ ശാരീരിക രോഗം അനുഭവിക്കുന്നവർ അത്ഭുത സൗഖ്യങ്ങൾ സ്വീകരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. യെസ് ലോർഡ്, ഹല്ലേലൂയ. അനിയന്ത്രിതമാകുന്ന ബ്ലഡ് പ്രഷർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ നാമത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങി വരട്ടെ. എല്ലാ പാരാമീറ്റേഴ്സും, കൊളസ്ട്രോൾ ലെവൽ തുടങ്ങിയ എല്ലാ പാരാമീറ്റേഴ്സും യേശുവിൻ നാമത്തിൽ സാധാരണ നിലയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരോ ഒരാൾ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നു. യേശു നിങ്ങളെ തൊടുന്നു. യേശുവിൻ നാമത്തിൽ ആ കണ്ണുകളിൽ സൗഖ്യം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആ നേഴ്സിന് വന്നിരിക്കുന്ന കേടുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. കർത്താവേ, സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പുതുവഴികൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാത്തവർക്ക് വേണ്ടി വഴികളെ തുറക്കണം കർത്താവേ. അത്ഭുത വഴികളെ തുറക്കണമേ, അത്ഭുത വഴികളെ തുറക്കണമേ. അങ്ങ് ഓരോരുത്തരെയും സ്പർശിക്കുന്നതിനായി സ്തോത്രം. കുടുംബ ബന്ധങ്ങളിൽ നല്ല സമാധാനവും ഐക്യതയും കൊടുക്കണം കർത്താവേ. എല്ലാ ഭിന്നതകളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ഉടച്ചു കളയുന്നു. കർത്താവിൻ്റെ ദിവ്യ സ്പർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ
പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.